മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. അർജുനന് കൃഷ്ണൻ കൊടുക്കുന്ന ഉപദേശമാണ് ഭഗവത്ഗീത. അതിൽ സമകാലീന പ്രസക്തങ്ങളായ നൂറുകണക്കിന് സന്ദേശങ്ങളുണ്ട്. 700 ശ്ലോകങ്ങളുള്ള ഭഗവത്ഗീതയിൽ 550ഓളം ശ്ലോകങ്ങൾ ശ്രീകൃഷ്ണൻ പറയുന്നതും ബാക്കിയുള്ളതിൽ കുറേയധികം അർജുനൻ തൻ്റെ നിസ്സഹായാവസ്ഥ വിവരിക്കുന്നതും അല്ലെങ്കിൽ ദുഃഖം, കൺഫ്യൂഷൻ വിവരിക്കുന്നതും, ബാക്കിയുള്ളത് യഥാർത്ഥത്തിൽ സഞ്ജയൻ താൻ കണ്ടതും കേട്ടതും ധൃതരാഷ്ട്രരോട് പറയുന്നതുമാണ്. മഹാഭാരതത്തിൻ്റെ ഭാഗമായിട്ടുള്ള 18 അധ്യായങ്ങളുള്ള ഭഗവത്ഗീത. അർജുനന്റെ കൂടെ നടന്ന ശ്രീകൃഷ്ണൻ അർജുനന് ഈ ഭഗവത്ഗീത കണ്ടന്റുകൾ, വിഷയങ്ങൾ നേരത്തെ ഉപദേശിച്ചു കൊടുത്തിട്ടില്ല. എന്താ കാരണം? ഉപദേശം കൊടുക്കേണ്ട സമയത്ത് വേണം ഒരാൾക്ക് ഉപദേശം കൊടുക്കാൻ. അതിന് യോഗ്യതയുള്ള വ്യക്തികൾ വേണം ഉപദേശം കൊടുക്കാൻ. അപ്പോൾ സമയം, സന്ദർഭം, വ്യക്തി, സ്ഥലം ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മാത്രമല്ല, അർജുനൻ ഒരു ഭീരുവായിരുന്നില്ല. ഇതേ ഭീഷ്മരോടും ദ്രോണരോടും ദുര്യോധനനോടുമെല്ലാം വിരാട സന്നിധിയിൽ വെച്ച് യുദ്ധം ചെയ്തപ്പോഴത്തേക്കും അർജുനൻ തളർന്നിരുന്നില്ല. ഇവിടെ വെച്ചിട്ടാണ്, കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ചിട്ടാണ് തളർന്നത്. അപ്പൊ താൻ തളരുന്നതിനെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടായിരുന്നു അർജുനൻ വിവരിച്ചത്. തന്നെ തളർച്ചയിൽ നിന്ന് മോചിപ്പിക്കണം, വളർച്ചയിലേക്ക് എത്തിക്കണം എന്നുള്ള രീതിയിലല്ലായിരുന്നു അർജുനന്റെ വിവരണം. അർജുനൻ പറഞ്ഞത് നമ്മളിത് ചെയ്യരുത് എന്നുള്ളതാണ്. യുദ്ധം ചെയ്യരുത്, ക്ഷത്രിയനാണെങ്കിലും യുദ്ധം ചെയ്യരുത്, ബന്ധുക്കളെ കൊല്ലരുത്, ഗുരുക്കന്മാരെ കൊല്ലരുത്, ആചാര്യന്മാരെ കൊല്ലരുത്, അധികാരത്തിനും സിംഹാസനത്തിനും വേണ്ടി ഇത് ചെയ്തു എന്ന് ഭാവി ലോകം പറയും. അതുകൊണ്ട് നമ്മൾ ചെയ്യരുതെന്നുള്ള ഡിക്ലറേഷന് വേണ്ടിയിട്ടായിരുന്നു ആദ്യത്തെ അധ്യായം അർജുന വിഷാദയോഗം ഉണ്ടായത്. പക്ഷെ അത് മുഴുവനും കൃഷ്ണൻ കേട്ടു. നമ്മൾ പലപ്പോഴും ചെയ്യാത്തതാണ്, ഞാൻ ഉൾപ്പെടെ. മറ്റുള്ളവർ പറയുന്നത് മുഴുവനും കേൾക്കാനുള്ള ക്ഷമ നമുക്കുൾപ്പെടെ, എനിക്കുൾപ്പെടെ പലർക്കും ഇല്ല. അർജുനൻ അത് മുഴുവനും കേട്ടു. ഇടയ്ക്ക് വെച്ച് കൃഷ്ണൻ അത് മുഴുവനും കേട്ടു. ഇടയ്ക്ക് വെച്ച് അർജുനൻ പറഞ്ഞപ്പോഴും കൃഷ്ണൻ താൻ പറയുന്നത് നിർത്തി അർജുനൻ പറയുന്നത് കേട്ടു. അർജുനനോട് ഇടയ്ക്ക് വെച്ച് ഇനി ഞാൻ പറയുന്നത് നീ കേട്ടാ മതി, തൽക്കാലം ഒന്നും മിണ്ടണ്ടെന്ന് പറഞ്ഞില്ല. അങ്ങനെ പറയാനുള്ളത് മുഴുവനും അർജുനൻ പറഞ്ഞു കഴിഞ്ഞപ്പോ കൃഷ്ണൻ ആദ്യം പറഞ്ഞത് ചികിട്ടത്തൊരടി കൊടുക്കുന്ന മാതിരിയാണ്. കുതസ്ത്വാ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരം അർജുന. ഒരു ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ്, പൂക്കളുടെ ഒരു ബൊക്കെ മാതിരിയായിരുന്നു ഉപയോഗിച്ച വാക്കുകൾ, ഷാർപ്പായിട്ടുള്ള വാക്കുകൾ. കുതസ്ത്വ, എവിടെ നിന്നാണ് നിനക്കിത് വന്നത്? വില്ലാളി വീരനും വീരശൂര പരാക്രമിയും പാണ്ഡവരിലെ മധ്യസ്ഥനും 5 പേരുടെ നടുക്കുള്ള ആളുമായിട്ടുള്ള അർജുനനോട് ചോദിച്ചു. കുതസ്ത്വ കശ്മലമിതം, കശ്മലം വൃത്തികെട്ട. നമ്മുടെ പൗരാണിക വൈദിക ഗ്രന്ഥങ്ങളിൽ കശ്മലം എന്ന വാക്ക് എനിക്ക് തോന്നുന്നു ഇവിടെ മാത്രമേ വന്നിട്ടുള്ളൂ, വേറൊരു സ്ഥലത്ത് ഉപയോഗിച്ചിട്ടില്ല. കുതസ്ത്വ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം. ഏറ്റവും കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന യുദ്ധക്ഷേത്രത്തില്, വിഷമഘട്ടത്തില് കശ്മലമായിട്ടുള്ള ഈ ചിന്താധാരകൾ എങ്ങനെയാ നിനക്ക് വന്നു ചേർന്നത്? കുതസ്ത്വ കശ്മലം ഇതം വിഷമേ സമുപസ്ഥിതം. വിഷമഘട്ടം മുമ്പിൽ നിൽക്കുമ്പോൾ അനാര്യജുഷ്ടം, ആര്യന്മാർക്ക് ചേരാത്തത്. ആര്യന്മാരെന്ന് വെച്ചാൽ ആര്യന്മാരെന്ന റേസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആര്യന്മാരെന്ന് വെച്ചാൽ ശ്രേഷ്ഠന്മാര്. അനാര്യജുഷ്ടം അസ്വർഗ്യം, വീരശൂര പരാക്രമികളായ യോദ്ധാക്കൾക്ക് സ്വർഗത്തെ നൽകാത്തതായ ഭീരുത്വമേറിയ വാക്കുകൾ. അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരം. ഹേ അർജുന, അകീർത്തികരം.
അർജുനൻ എന്ന് പറഞ്ഞാൽ ലോകം അറിയപ്പെടുന്ന വ്യക്തിയാണ്. വളരെ കീർത്തിമാനായിട്ടുള്ള വ്യക്തിയുടെ മനസ്സ് തളർന്ന് തകർന്ന് വരൾച്ചയിലൂടെ കടന്നു പോകുന്നു എന്ന് വാക്കുകളിലൂടെ കേൾക്കുമ്പോൾ നിനക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തരം ഫീലിംഗ് ഉണ്ടായി? അകീർത്തികരം അർജുന. അപ്പൊ നോക്കുക, കുതസ്ത്വാ കസ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരം അർജുന. വാക്കുകള് ശ്രേഷ്ഠന്മാർക്ക് ചേരാത്തത്, ഒരു വില്ലാളി വീരനായിട്ടുള്ള വ്യക്തികൾക്ക് സ്വർഗത്തെ തരാത്തത്, അത് മാത്രമല്ല നെയിം ആൻഡ് ഫെയിം ഡീഗ്രേഡ് ചെയ്യിക്കുന്നത്. ആ ഷാർപ്പായിട്ടുള്ള ചെകിടത്തൊരു അടി കൊടുത്തതിന് ശേഷം കൃഷ്ണൻ അടുത്ത് പറയുന്ന വരി എന്താ അറിയോ? ക്ലൈഭ്യം മാസ്മകമപാർത്ഥ. ക്ലീബത്വം ഉണ്ടാവരുത്. ക്ലീബത്വം എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻസി, ആണും പെണ്ണും അല്ലാത്ത അവസ്ഥ. നീ ഒരു ആണാണ്, പുരുഷനാണ്. ആ പുരുഷന് പുരുഷത്വം ഉണ്ടാവണം. ഒരു യോദ്ധാവാണ്, ക്ഷത്രിയനാണ്. ആ യോദ്ധാവായിട്ടുള്ള ക്ഷത്രിയനായിട്ടുള്ള പുരുഷൻ ശിഖണ്ഡിയെ പോലെ പെരുമാറരുത്. ക്ലൈബ്യം ആസ്മകമപാർത്ഥ നൈതത്വയുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്ത ഉത്തിഷ്ടപരന്തമ. ഈ ക്ഷുദ്രമായിട്ടുള്ള ഡീഗ്രേഡിങ്ങിന് കാരണമാകുന്ന, ഡീഗ്രഡേഷന് കാരണമാകുന്ന, നിന്റെ ആത്മാഭിമാനത്തെ തകർക്കുന്ന ഈ ഹൃദയ ദൗർബല്യം, മനസ്സിന്റെ വീക്ക്നെസ്, നിന്റെ വാക്കുകളിലൂടെ പ്രകടമാകുന്ന മെന്റൽ ലിതാർജി, മാനസികമായിട്ടുള്ള തകർച്ച, തളർച്ച, അത് ത്യക്ത ഉത്തിഷ്ടപരന്തവ. ത്യക്ത വലിച്ചെറിഞ്ഞിട്ട്, കളഞ്ഞിട്ട്, മനസ്സിനെ സ്ട്രോങ് ആക്കിയിട്ട്, ഉത്തിഷ്ട ഹേ പരന്തവ, എഴുന്നേറ്റാലും. പരന്തവ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശത്രുക്കളെ ഭയപ്പെടുത്താൻ കപ്പാസിറ്റിയുള്ള അർജുന എന്നാണ് അർത്ഥം. ഈ ഒരു വരി ഇപ്പൊ ഹിന്ദുക്കള് ഗംഭീരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ അതുകൊണ്ട് ഈ വരി ഒന്ന് മാറ്റി പറയാറുണ്ട് ഹൈന്ദവ സമ്മേളനത്തില്. ക്ലൈബ്യം ആസ്മകമപാർത്ഥ നൈതത്വയുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്തോത്തിഷ്ട ഹൈന്ദവ. പരന്തവ എന്നുള്ള സ്ഥാനത്ത് ഹൈന്ദവ. ശരിക്ക് കേരളം മുഴുവനും ഭാരതം മുഴുവനും ഹൈന്ദവ ജനതയുടെ ഉജ്ജ്വലമായിട്ടുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ് എവറി മിനിറ്റ് കാണാൻ സാധിക്കും. പലരുടെയും പല ധാരണകളും ആകാശക്കോട്ടകൾ ഇടിഞ്ഞു വീഴുന്ന മാതിരി, ചില്ലുകൊട്ടാരം ഇടിഞ്ഞു വീഴുന്ന മാതിരി അനുഭവപ്പെടുന്നു സൈലന്റ് ആയിട്ടാണെങ്കിലും. പത്രമാധ്യമങ്ങൾ നിഷ്പക്ഷമാവുകയും സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ഒരു പാർട്ടിയോടും ഒരു മതത്തോടും പ്രത്യേകിച്ച് ഒരു ബാധ്യതയുമില്ലാത്ത അവസ്ഥയിൽ ദേശീയ പത്രങ്ങളും പ്രാദേശിക പത്രങ്ങളും മാധ്യമങ്ങളും ഇലക്ട്രോണിക് മീഡിയയും എല്ലാം അങ്ങ് ചങ്കൂറ്റത്തോടുകൂടി മുമ്പോട്ട് വരുമ്പോഴും സോഷ്യൽ മീഡിയ കത്തിക്കാളി തെറ്റുകൾക്കെതിരെ പ്രതികരിക്കുമ്പോഴും ഈ സോഷ്യൽ മീഡിയയും ഈ പത്രമാധ്യമങ്ങളും പൊതുജനങ്ങളുടെ അഭിപ്രായവും ശ്രീകൃഷ്ണനെ പോലെ തളരുന്ന ഹൈന്ദവ സമൂഹത്തിന് ആവേശം നൽകുന്ന വിധത്തിൽ മാറിയിരിക്കുന്നു. ഈ കുറെ ഹിന്ദു സമ്മേളനം കഴിഞ്ഞ ജനുവരി 1 മുതൽക്ക് നടത്തിയ സ്ഥലത്തെല്ലാം പച്ചയ്ക്ക് പറഞ്ഞിരുന്നു, ഹിന്ദുവിന്റെ മനസ്സിൽ ആത്മാഭിമാനമുണ്ടാക്കാനാണ് ഈ മതേതരത്വം എന്ന വാക്കിലൂടെ ഹിന്ദുവിനെ മാത്രം അവഹേളിക്കലും അപകീർത്തിപ്പെടുത്തലും ചെയ്യുന്നതിനെതിരെ പ്രഭാഷണം നടത്താനാണ് തിരുവനന്തപുരത്ത് നിന്ന് ഗോപാലകൃഷ്ണൻ വന്നത്. അതിന് ആ വിഷയമാണെങ്കിലേ പ്രഭാഷണം ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കൈയടിച്ച് സ്വീകരിക്കാത്ത ഒരു സ്ഥലം പോലും ഇല്ല. ആലപ്പുഴയിലെ വലിയ ചുടുകാടിന്റെ അടുത്ത് നടന്ന ഭൂരിഭാഗവും മാർക്സിസ്റ്റ് പാർട്ടിക്കാരുള്ള ഓഡിയൻസിന്റെ കൂട്ടത്തിലും അവർ സ്വീകരിച്ചു. അപ്പൊ ശരിക്ക് അർജുനനോട് കൃഷ്ണൻ പറഞ്ഞ ക്ലൈബ്യം ആസ്മകമപാർത്ഥ നൈതത്വയുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്തോത്തിഷ്ടപരന്തമ വളരെ ഗംഭീരമായിട്ട് മാറുന്നുണ്ട്. ഇനിയും മാറണം.
അതൊരു വ്യക്തിയെ മുമ്പിൽ നിർത്തിയിട്ടുള്ള മാറ്റമല്ല, അങ്ങനെ ആവാനും പാടില്ല. രാഷ്ട്രത്തെയും ധർമ്മത്തെയും മുമ്പിൽ നിർത്തിയിട്ടുള്ള ഒരു യജ്ഞം. മറ്റെല്ലാ പാർട്ടിക്കാരും ശരിക്കും സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ ഏത് പാർട്ടി വേണമെങ്കിൽ നോക്കാം. ഭാരതത്തില് കോൺഗ്രസ് സ്പ്ലിറ്റ് ആയിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്പ്ലിറ്റ് ആയിട്ടുണ്ട്, കേരള കോൺഗ്രസ് സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. എല്ലാ പാർട്ടികളും AIADMK, അവർ DMK എന്നുള്ളതിന് രണ്ടായി. അങ്ങനെ നിങ്ങൾ ഏത് വേണമെങ്കിൽ നോക്കിക്കോളാം, സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. സ്പ്ലിറ്റ് ആവാത്തൊരു പാർട്ടി, ഒരു സംഘടന 92 വയസ്സാവാൻ പോകുന്നു, 92 വയസ്സാവാൻ പോകുന്നു, 91 കഴിഞ്ഞു. RSS. ഞാൻ RSSനെ കുറിച്ച് പറയാൻ വേണ്ടി പറഞ്ഞതല്ല ഇത്. ഭഗവത്ഗീതയും ഹിന്ദുക്കളുടെയും കാര്യം പറയാൻ വേണ്ടി മുമ്പോട്ട് പോയതിൽ പെട്ടെന്ന് ഇത് മെമ്മറിയിൽ വന്നതുകൊണ്ട് പറഞ്ഞതാണ്. ആ 91 വർഷവും RSS ഫോക്കസ് ചെയ്യാൻ പറഞ്ഞത് ഭഗവദ്ധ്വജത്തെയും രാഷ്ട്രത്തെയുമാണ്, സർസംഘചാലകനെ അല്ല. സർസംഘചാലകനുള്ള ഭക്ഷണവും ഒരു ക്യാമ്പിൽ പങ്കെടുക്കുന്ന സാധാരണ സ്വയം സേവകൻ RSS സംഘി എന്നുള്ള വാക്കാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. അതൊരു അഭിമാനത്തിന്റെ വാക്കായിട്ട് മാറുകയാണ് ഇപ്പോൾ. സംഘി എന്ന് പറയുന്ന അഭിമാനത്തിന്റെ വാക്കായിട്ട് മാറണം. കാരണം സംഘത്തിലുള്ളവൻ, ഇവിടെ സംഘത്തിനെ ഉടച്ച് തകർത്ത് കൊണ്ടുപോകുന്ന പാർട്ടിക്കാരുള്ളപ്പോഴത്തേക്കും സംഘത്തിനകത്ത് നിലനിൽക്കുന്നവൻ എന്ന ആ സംഘിയുടെ ഏത് സമ്മേളനത്തിലും സർസംഘചാലകനുള്ള ഭക്ഷണവും സാധാരണ സംഘിക്കുള്ള ഭക്ഷണവും സംഘിയുടെ മുഖ്യ ശിക്ഷകനുള്ള ഭക്ഷണവും സംഘിയുടെ ബൗദ്ധി പ്രമുഖനുള്ള ഭക്ഷണവും ഒന്ന് തന്നെയാണ്. അപ്പൊ വ്യക്തിയെ ആരാധിച്ചിട്ടല്ല RSS എന്ന സംഘടന മുമ്പോട്ട് പോയത്, അതിന്റെ പരിവാര സംഘടനകളും മുമ്പോട്ട് പോകുന്നത്. അപ്പോ നമ്മുടെ ഹൈന്ദവ ജനത ഇപ്പോ ഉയരുന്നതും ഉണരുന്നതും വളരുന്നതും കർമ്മനിരതനാകുന്നതും ചരൈവേദി എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകുന്നതും പോകേണ്ടതും ഒരു വ്യക്തിയെയും മുമ്പിൽ നിർത്തിയിട്ടല്ല, രാഷ്ട്രത്തെയും ധർമ്മത്തെയും മുമ്പിൽ നിർത്തണം. വ്യക്തികൾക്ക് പരിമിതികൾ ഉണ്ടാവും, കുറവുകൾ ഉണ്ടാവും. വ്യക്തികൾ വരും, വ്യക്തികൾ പോകും. വ്യക്തികൾ വരും, വ്യക്തികൾ പോകും. വ്യക്തികൾ ആവശ്യമാണ്, വ്യക്തികളുടെ ക്വാളിറ്റിയുള്ള വ്യക്തികൾ ആവശ്യമാണ്. അത് നിമിത്തമാത്രം ഭവ സവ്യസാചിൻ എന്ന് ഭഗവത്ഗീതയിൽ കൃഷ്ണന്മാർ ഒരു ഉപകരണം മാത്രമാണ് വ്യക്തികൾ. നമ്മൾ പലപ്പോഴും വിചാരിച്ചു അടൽ ബിഹാരി വാജ്പേയിക്ക് തുല്യം ആരാ ഉള്ളതെന്ന്. ഇപ്പൊ പലർക്കും മനസ്സിലായിട്ടുണ്ട്. അതിനേക്കാൾ നല്ലതുണ്ട്. ആഫ്റ്റർ നെഹ്റു ഇന്ദിരാഗാന്ധി വന്നു, അത് കഴിഞ്ഞിട്ട് അവരുടെ മകൻ വന്നു, അവരുടെ മകൻ മന്ദബുദ്ധിയായിട്ടുള്ളതായതുകൊണ്ട് വന്നില്ല, പോട്ടെ. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, വ്യക്തികളെ ഫോക്കസ് ചെയ്യാതെ ഈ മാസ് മീഡിയ പൂർണ്ണമായിട്ടും ഉപയോഗിച്ച് ചങ്കുറ്റത്തോടുകൂടി കലയ്ക്ക് മുമ്പോട്ട് പോകണം. ഇന്നലെ രാഹുൽ എന്ന് പറയുന്ന ഒരു TV ആങ്കറുടെ അടുത്ത് മോദി ഒരു ചോദ്യം ചോദിക്കുന്ന കേട്ടു. അയാള് മോദിയോട് ചോദിച്ചത്, ശ്രീ നരേന്ദ്രനാഥ് മോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഒന്ന് ഇരുത്താൻ വേണ്ടി ചോദിച്ചതാണ്. ഗുജറാത്തിലെ കലാപത്തെക്കുറിച്ച് ഇപ്പോഴും ജനങ്ങൾ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ന്യൂനപക്ഷത്തിന് എതിരാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ശ്രീ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി വളരെ ചെറിയ രീതിയിൽ രാഹുലിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യോ, നിങ്ങൾക്ക് ഞാനൊരു ഉത്തരവാദിത്വം തരട്ടെ, നിങ്ങളത് ഏറ്റെടുക്കുമോ സത്യസന്ധമായിട്ട്? ഇങ്ങനൊരു 5-6 ചോദ്യം. നിങ്ങൾക്കൊരു കാര്യം തരട്ടെ, ഒരു ജോലി തരട്ടെ, ഒരു ഉത്തരവാദിത്വം തരട്ടെ, അത് നിങ്ങൾ സത്യസന്ധമായിട്ട് ഏറ്റെടുക്കും. ഇങ്ങനെ പറഞ്ഞ് അയാൾക്ക് പേടി എന്ത് പറയണമെന്നാ. എന്നിട്ട് നരേന്ദ്രമോദി പറഞ്ഞു, ഇന്ദിരാഗാന്ധി മരിച്ചപ്പോഴത്തേക്കും ഡൽഹിയിലും ചുറ്റുപാടിലും ഉണ്ടായ വർഗീയ കലാപത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കുക. ബോംബെയിൽ നടന്ന വർഗീയ കലാപത്തെക്കുറിച്ച് പഠിക്കുക. 1994 നടന്ന വർഗീയ കലാപത്തെക്കുറിച്ച് പഠിക്കുക. വേറെ ഏതോ ഒരു വർഗീയ കലാപവും കൂടി അദ്ദേഹം പറഞ്ഞു. 4 വർഗീയ കലാപത്തിന്റെ പേര് പറഞ്ഞു. അത് 4 കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്താണ് നടന്നത്, കോൺഗ്രസ്സുകാരുടെ നേതൃത്വത്തിലാണ് നടന്നത്. എന്നിട്ട് ആ നടന്നത് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടെടുത്ത് പിന്നെ ഗുജറാത്തിൽ ഞാൻ ഭരിക്കുമ്പോഴുണ്ടായ വർഗീയ കലാപവും തമ്മിൽ താരതമ്യം ചെയ്തിട്ട് ദേശസ്നേഹവും ദേശഭക്തിയും രാഷ്ട്രഭക്തിയും സത്യസന്ധതയും പത്രാധിപ ദൗത്യത്തോടുള്ള അകമഴിഞ്ഞ അർപ്പണഭാവവും ഉണ്ടെങ്കിൽ
ഈ 5 വർഗീയ കലാപം 4+1 വർഗീയ കലാപത്തെ നിങ്ങളൊന്ന് ടി വിയിലൂടെ കാണിക്കുക എന്ന് പറയണ്ടേ. ആ മനുഷ്യനൊന്നും മിണ്ടിയില്ല. 1 മണിക്കൂർ 56 സെക്കൻഡ് കൊണ്ട് തിരിച്ചടിച്ച ഉജ്ജ്വലമായിട്ടുള്ളത്. അത് ആ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്തോ തിഷ്ടപരന്തവ എന്നതാണ്. ക്ഷുദ്രമായ ഇന്ന് വരെ ഇങ്ങനൊരു റിപ്ലൈ ഇന്ത്യൻ പ്രധാനമന്ത്രി വേറെ ഏതെങ്കിലും ആങ്കർക്ക് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നണില്ല. അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കേട്ടിട്ടില്ല. അത് ആ ചങ്കൂറ്റത്തിൻ്റെയാണ്. ചങ്കൂറ്റത്തിൻ്റെ ഇന്നലെ നല്ല രീതിയിൽ ഒരു റിപ്പോർട്ട് വന്നു. ഹിന്ദുസ്ഥാൻ ടൈംസ് സർവേ നടത്തിയപ്പോൾ 76% ജനത ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളതാണ്. ഏതായാലും എൻ്റെ കൂട്ടത്തിൽ തന്നെ ഓർമ്മിക്കാനുള്ളത് ഡൽഹിയിലെ 2 സബ് ഇലക്ഷൻ നടന്നതിൽ ഒന്ന് ആപ്പ് പാർട്ടിയും മറ്റൊന്ന് കോൺഗ്രസുമാണ്. 2 നടന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിൽ ഒരെണ്ണത്തിൽ ആപ്പും ഒരെണ്ണത്തിൽ കോൺഗ്രസും ജയിച്ചു. കർണാടകയിൽ 2 കോൺഗ്രസ് ജയിച്ചു. അത് പണ്ടത്തെ കാര്യമാണ്. ഇത് ഇന്നലത്തെ റിസൾട്ട് വന്നതാണ്. അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഓർമ്മിക്കണം. ആരും അവസാനത്തെ വാക്കല്ലെന്ന് ജനത്തിന് അറിയാം എന്നുള്ള ആ പോയിന്റ് കൂടി മുമ്പ് വെച്ചുകൊണ്ട് ചങ്കൂറ്റത്തോടുകൂടി പ്രവർത്തിക്കാൻ ഹൈന്ദവ ജനത തയ്യാറാവുകയാണെങ്കിൽ അടിമുടി മാറ്റം വരുത്താൻ സാധിക്കും. അത് അർജുനനിലുണ്ടായ മാറ്റം പോലെയാവട്ടെ. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്തോ തിഷ്ടപരന്തവ എന്ന വരി നമ്മുടെ തലയിൽ അകത്തും പുറത്തും എഴുതി വയ്ക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.